പോയി. എല്ലാരും ഇല്ലേ? എല്ലാരും എന്താ എല്ലാരും ഇല്ലാത്ത നിങ്ങളുടെ മറ്റേ ജൂൺ അവനിപ്പോഴും ഉണ്ടോ? ജൂണുണ്ട്. അവനല്ലേ നിങ്ങളുടെ ലീഡർ? ജൂണിന് കൊണക്കായിട്ടുള്ള ജൂണിന്റെ പേരിലും പറ്റാതെ നിക്കാത്തെ. അല്ല ബ്രോ, ഈ മാസ്ക് ഇട്ട് താല്പര്യമില്ല. ബ്ലാക്ക് മാസ്ക് പേരെന്താ? നല്ല പേര് അറിയുന്ന നിങ്ങള്? ബ്രോ ഞാൻ പേരല്ലേ ചോദിച്ചുള്ളൂ. ബ്രോ തിളക്കിയത് എന്തിനാ? ആരാ തിളച്ച്? ബ്രോ പേരെന്ന് പറഞ്ഞൂടെ? എന്റെ പേര് ഡ്രേക്ക്. ബ്രോയുടെ പേരെന്താ? അതെ, അവരത്തെ ഇഷ്ടല്ലേ? ശരിയാണ്. അതാണ് പേര് പോലും പറയാൻ എന്ത് പേര് പോലും പറഞ്ഞില്ലെങ്കിൽ എന്ത് അല്ല ബ്രോ, പേര് ചോദിച്ചാൽ പോലും പറയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ബ്രോ എന്തിനാണ് പറയുന്നത്? എന്ത് പേര് പറഞ്ഞില്ലെങ്കിൽ എന്ത്? നമ്മളിപ്പോ പേര് പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് ടക്കായി. എന്റെ പേര് ഡ്രേക്ക്. നല്ല പേര്. വണ്ടി എടുത്ത് വിട്ടോ എന്നാ? എന്താ ബ്രോ? എന്നാ വണ്ടി എടുത്ത് വിടണ വേണ്ടെന്നൊക്കെ ഞാൻ നോക്കിക്കോളാം ബ്രോ. വിടിപ്പിക്കണോ ഇപ്പൊ? വിടിപ്പിച്ചൊന്ന് കാണിച്ചേ നീ. അതല്ല നമ്മള് എന്ത് വിടിപ്പിച്ചൊന്ന് കാണിക്കുന്നേ? പോടാ, വണ്ടി എടുത്ത് പോടാ. 5 വരെ ഉണ്ട്. അതിനുള്ള നീ വണ്ടി എടുത്ത് പോയില്ലെങ്കിൽ ഈ പെട്ടെന്ന് അങ്ങനെ എടുത്തോണ്ടേ. എടാ എന്ത് അല്ല TJ ഇങ്ങോട്ട് കാണിച്ചല്ലേ? ഒന്നിനും ഉണക്കണ്ട കാര്യോ? നിന്റെ വണ്ടി കണ്ടി കുണ്ടി നിന്നെ വിളിക്കൂ. നീയാണോടാ താളം വിടും? കേട്ടോണ്ടിരുന്നാ മതി, മനസ്സിലായില്ലേ? കേട്ടോണ്ടിരിക്കാൻ പറ്റൂലെങ്കിലേ കേട്ടോണ്ടിരിക്കാൻ പറ്റൂലെങ്കിലേ ചെവി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നോട് മര്യാദ അടിച്ചിട്ട് റോസ് എടുക്കാം. ആ അതെ, കത്തി അമ്മായി അവിടെ കത്തി. ഹലോ, എന്റെ ജീവിതം എന്താടാ ഇങ്ങനെ? ഇവന്റെ കൈ കയറി ഞാൻ ആരും കാണുന്നില്ല. ഇറങ്ങി കയറട്ടെ. അതൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കുമ്പോ ആദ്യം അവന്റെ ഞാൻ മിണ്ടത്തില്ലായിരുന്നു. ബ്രോ നീ ആദ്യം വന്ന് കൊണ രീതി പേര് ചോദിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അവസാനം വന്ന് താങ്ങല്ല, എത്ര ഉള്ളു എനിക്ക് പറയാം. ഇതെല്ലാം ഞാൻ തരാം. ഇതെല്ലാം ഇവന്റെ പേരെന്താ? ഗ്യാങ് ഏതായിരുന്നു? ഇതേതാ ഗ്യാങ്? ഇതേതാ ഗ്യാങ്? അവരും ഒരു നല്ല ബന്ധത്തിൽ നിൽക്കും, അത്രേ ഉള്ളൂ. മാൽപ്രോ ഇത് TJ ആണോ? അല്ലേ? അല്ല ബ്രോ, അവൻ പുറത്ത് തിരക്കിലായിരിക്കും. വിട്ട് വിളിക്കണ്ട ആൾക്കാരൊക്കെ തിരക്കിലേ ഉള്ളു. എനിക്ക് നിന്നെ പോലെ തിരക്കൊന്നുമില്ല. നീ എതാ കണ്ടി കൊണ്ടുവന്ന സോൾവ് ചെയ്യാൻ പറ്റില്ല. നീ കുറിപ്പറ്റ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. നമ്മള് ബ്രോനെ കക്കൂസ് ഒന്നും കഴിക്കത്തില്ല. ബ്രോന് ഇപ്പൊ എന്താണ് വേണ്ടത്?
ബ്രോനെ നമ്മൾ വെറുതെ വിടണോ? ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ. അല്ല ബ്രോനെ ഇപ്പൊ എന്താണ് നമ്മള് വെറുതെ വിടണോ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോൾവ് ചെയ്യാൻ പറഞ്ഞേ. മനസ്സിലായ നീയൊക്കെ ഇവിടെ ആരുമില്ല, നീയൊക്കെ ചുമ്മാ താളം വിടണ്ട. നീ ഇവിടുത്തെ ആരാ? നീ ആരുടെ വാണക്കണ്ടി? എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ഗൈസ്, എനിക്കാണെങ്കിൽ ഈ കിടന്ന് ബേളം വെക്കാനൊന്നും വയ്യ. പണ്ടത്തെ പോലെ മനസ്സിലായ പിള്ളേര് ബേളം വെക്കട്ടെ. ഇപ്പൊ സഹകരിക്കും. പോസ്റ്റേജ് ആണ്. ബ്രോ ഞാൻ ചോദിക്കുന്നത് ബ്രോയിന് ഇപ്പൊ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ബ്രോ നമ്മളായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ബ്രോ പൊക്കോളോ? എടാ നീയൊക്കെ ഇങ്ങോട്ട് കാണിച്ചുള്ള ഞാൻ എന്തായാലും തരുന്നു. എനിക്കൊക്കെ എന്തായാലും തരും. അന്ന് ബ്രോ പൊക്കോ. ബ്രോ തരുമ്പോ അങ്ങനെ സമയത്ത് വന്നാൽ എന്തൊക്കെയാ ഉറപ്പേത് തരും തരും. അല്ല അവൻ തരട്ടെ, അവൻ തരട്ടെ. എനിക്കാണെങ്കിൽ ചിരി വരുന്നത്. പറഞ്ഞിട്ട് അവൻ സമയമാകുമ്പോ തരുമെന്നൊക്കെ പറഞ്ഞു. അവനെ പറഞ്ഞിട്ട് തരട്ടെ. ഇല്ല ഇല്ല ബ്രോ അതിനെ ആരും ഇടിക്കല്ലേ എന്റെ. ബ്രോ പേരെന്തായിരുന്നു നിന്റെ? ഹലോ ബ്രേക്ക് പോയാ? പുറത്ത് ബ്രേക്ക് സംഭവം എന്ന് വെച്ചാലേ ഇതാ മറ്റേ എനിക്ക് നിങ്ങളെ പോലെ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. വന്ന് അപ്പൊ ഓക്കെ. ബ്രേക്ക് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്റെ ഭാഗത്തുള്ള തെറ്റാണ്. ബ്രേക്കിന് ഞാൻ എന്തോ പറഞ്ഞില്ലേ, ബ്രോ പേടിച്ചിട്ടാണ്. സോറി ബ്രേക്ക്. പിന്നെ ചോദിക്കാനുള്ളത് ഈ വഴി ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ വൈകിട്ടും ചോദിക്കുക, ആ വഴി ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ ബ്രോ പറഞ്ഞില്ലേ? ഓക്കെ ഞാൻ ബ്രോയോട് പറഞ്ഞില്ലേ ഇനി വേറെ സംസാരമൊന്നും വേണ്ട. നമുക്ക് വേറെ സംസാരമൊന്നും വേണ്ട ബ്രോ. ഞാൻ പറഞ്ഞില്ലേ ബ്രോയ്ക്ക് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ആ വഴി ഇങ്ങോട്ട് വന്നാൽ മതി. അറിയാലോ സംഭവം ശരി. അല്ല ബ്രോ ഒരു മര്യാദക്ക് സംസാരിച്ചില്ലേ? എനിക്ക് ഇതിന്റെ അപ്പുറം മര്യാദ കേട്ടായിട്ട് സംസാരിക്കാൻ അറിയാം. മനസ്സിലായില്ലേ? മനസ്സിലായത് ബ്രോ? എന്തോ സംസാരിച്ചോ? നീ എന്തോ പറഞ്ഞ താങ്ങി വരും. താങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ. ആർക്കും താങ്ങേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ബ്രോ നീ എവിടെ നീ പിന്നെ എവിടെ എന്തിനാ സോൾവ് ആക്കാൻ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല ബ്രോ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കാതെ ഇപ്പൊ എന്റെ ഒരു മര്യാദയുടെ ലിമിറ്റ് ഞാൻ ഇപ്പൊ പറയാണ്. ഇപ്പൊ മാക്കിന് അറിയോ ഇല്ലേ? എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനാണ് ഇപ്പൊ നിൽക്കുന്നത്. മനസ്സിലായല്ല? ഞാനാണ് ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് എന്റെ പേര് കുറിപ്പിട്ട് എന്നെ എന്റെ അടുത്ത് ഇപ്പൊ ഇവിടെ നിന്ന് ആര് കൊണച്ചാലും ഇപ്പൊ ഞാൻ വിടാൻ പോണില്ല. അതിനിപ്പോ ആര് പറഞ്ഞാല് നിനക്ക് മനസ്സിലായല്ല? അപ്പൊ അത്രേ ഉള്ളു. ഞാൻ വേറെ ഒന്നും പറയല്ല ബ്രോ. വേറെ ഒന്നും കൊണ്ട് പറയല്ല. ഇപ്പൊ എന്റെ അടുത്ത് ആര് കൊണച്ചാലും ഞാൻ അത് വിടാൻ പോണില്ല. എന്റെ മനസ്സിൽ കയറിയ അപ്പൊ അത്രേ ഉള്ളു. ബ്രോയ്ക്ക് ഇപ്പൊ ഞാനും ബ്രോയായിട്ട് കൊണച്ചു. ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും സിറ്റുവേഷൻ കാണും. ബ്രോയിന് ഇപ്പൊ ഞാൻ വിടെയാണ്. ഇവിടെ വെച്ച് ഇവിടെ വേറെ ഹോസ്റ്റേജ് RP ഒന്നുമില്ല. ബ്രോയ്ക്ക് വണ്ടി വിളിച്ചു പോവാം. അതെ ബ്രോയിനെ കക്കൂസ് കഴിക്കുന്നതിൽ നമുക്ക് സന്തോഷമൊന്നും പ്രത്യേകിച്ച് കിട്ടാനൊന്നുമില്ല. അതുകൊണ്ടാണ് ബ്രോയിനെ ഹോസ്റ്റേജ് ആക്കണമെന്ന് വിചാരിച്ചതും അല്ല. അതുകൊണ്ട് ബ്രോ കണ്ടീന്ന് വിളിക്കണം ബ്രോ. എനിക്ക് അന്ന് നീ അപ്പൊ ശരി ബ്രോ. അപ്പൊ വിളിച്ചോ. ഓക്കെ ബ്രോ. ഇപ്പൊ എന്തായാലും വിളിച്ചില്ലേ? ഇപ്പൊ വിളിച്ച സ്ഥിതിക്ക് ബ്രോ ഇപ്പൊ ഇറങ്ങിക്കോ. ഗ്യാങ്സിന്ന് ഇറങ്ങിക്കോ. വിട്ടോ വണ്ടി എടുത്ത് പോയിട്ട് പോട്ടെ വണ്ടി എടുത്ത് പോട്ടെ. എന്ത് താളം അടിക്കാനല്ലേ ഇറങ്ങാനാണ് പറഞ്ഞത്. മാസം ഒന്നും വേണ്ട ബ്രോ. കൊല്ലൊന്നൊന്നുമില്ല. ഞാൻ കൊല്ലത്തില്ല. ഞാൻ കൊല്ലുവോ? എനിക്കാണെങ്കിൽ ഞാൻ എടുത്തതാണ്. ഇവന്മാർ ചുമ്മാ പേര് നീ ഒരു കൊണോന്ന് പറഞ്ഞ താളം അടിച്ച് നിൽക്കില്ല. ശരിക്കും പറഞ്ഞ പേര് വെച്ചപ്പോ പേര് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ പേടിയാണോ? പേടിയാണോ? ചിലവന്മാരൊക്കെ ഒന്ന് പേര് പറയാൻ പേടിയായിരിക്കും എന്നാണ് അവൻ പറഞ്ഞത്. അവ അങ്ങനെ പറഞ്ഞോണ്ടാണ് അവ എടുത്ത് ഇപ്പൊ നിന്നോട് ഒന്ന് പേര് ചോദിക്കാം. ഇപ്പൊ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു വിട്ട. അപ്പൊ പോണം. അപ്പൊ അടുത്ത ഡയലോഗ് അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ പേര് പറയാൻ പേടിയായിരിക്കും. അങ്ങനെ കേട്ടോണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആരും. അത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ഡാഷ് മക്കളോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല.